കേരളത്തിലെ ചില ആളുകൾക്കൊരു വിചാരമുണ്ട്. BJP RSS എന്നൊക്കെ പറഞ്ഞാൽ വിദ്യാഭ്യാസമില്ലാത്ത ആളുകളാണ്, അവർക്ക് വേണ്ടത്ര രീതിയിലുള്ള വിദ്യാഭ്യാസമില്ല, ഇവിടെയുള്ള ആളുകൾക്ക് മാത്രമാണ് വിദ്യാഭ്യാസം ഉള്ളതെന്നൊക്കെയുള്ള ഒരു ചിന്തയുണ്ട്. അത് വെറും ഒരു ഫാൾസ് നെറേറ്റീവ് ആണെന്നുള്ളത് ചിന്തിക്കുന്നവർക്കൊക്കെ മനസ്സിലാവും. കാരണം BJPയിലേക്ക് കടന്നു വരുന്ന ആളുകളുടെ ഒരു നിര നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും, അവരുടെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കിയാൽ തന്നെ അറിയാം ആ പാർട്ടി എത്രത്തോളം ഉയർന്ന ലെവലിലാണ് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലൊക്കെ നിൽക്കുന്നത് എന്നുള്ളത്. എന്തായാലും അതൊരു ഫേക്ക് നെറേറ്റീവാണ്. പക്ഷേ ആ നെറേറ്റീവിനൊന്നും ഒരു അർത്ഥമില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, ചിന്തിക്കുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം. എന്നാലും ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. കാരണം BJPയുടെ ഏറ്റവും ഒടുവിൽ വന്ന നാഷണൽ ഓഫീസ് ബെയറേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് നോക്കിയാൽ മതി. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം വിദ്യാസമ്പന്നരായ ആളുകളാണ് BJPയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നത് എന്നുള്ളത്. 6 PhD ഹോൾഡേഴ്സ് ഉണ്ട്. അതുകൂടാതെ 4 നിലവിൽ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സാണ്. അതുകൂടാതെ എമിനൻറ്റ് ലോയേഴ്സ് ഉണ്ട്, ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഉണ്ട്, മാനേജ്മെൻറ്റ് വിദഗ്ധരുണ്ട്, ടെക്നോക്രാറ്റ്സ് ഉണ്ട്. അങ്ങനെ സമസ്ത മേഖലയിലും കഴിവ് തെളിയിച്ച എക്സ്പീരിയൻസ് ആയിട്ടുള്ള രാഷ്ട്രീയത്തിലും രാഷ്ട്രീയത്തിന് അതീതമായി വിവിധ മേഖലകളിലൊക്കെ പ്രവർത്തിച്ച ആളുകളാണ് BJPയുടെ ഇപ്പം നാഷണൽ ജനറൽ സെക്രട്ടറി ആയിട്ടും അതുകൂടാതെ വൈസ് പ്രസിഡന്റുമാരായിട്ടും സെക്രട്ടറിമാരായിട്ടൊക്കെ വന്നിരിക്കുന്നത്. ഈ ലിസ്റ്റ് നോക്കുമ്പോൾ അതിൽ ഏറ്റവും ആകർഷകമായ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് ഡോക്ടർ മധുചന്ദ്ര കറാണ്. ബംഗാളിൽ നിന്നുള്ള ഒരു പ്രമുഖ BJP നേതാവാണ്, വനിതാ നേതാവാണ്. ഫേമസ് ആയിട്ടുള്ള, ഇന്ത്യയിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഓങ്കോളജിസ്റ്റാണ്. ക്യാൻസർ റിസർച്ചിൽ PhD നേടിയ ഒരു വ്യക്തിയാണ് മധുചന്ദ്രക്കർ. അതുകൂടാതെ തന്നെ അവർ വളരെ ആക്റ്റീവായിട്ട് സോഷ്യൽ സർവീസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾ കൂടിയാണ്. കൊൽക്കത്തയിലെ ഒരു പ്രമുഖ ഓങ്കോളജിസ്റ്റാണ്, ക്യാൻസർ സ്റ്റഡീസിൽ വിദഗ്ധയായുള്ള ഒരാളാണ്. അതുകൂടാതെ തന്നെ അവരാണെങ്കിൽ MBBS ഒക്കെ ഗോൾഡ് മെഡൽ നേടി വന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അത്രയും ഹൈ പ്രൊഫൈലിൽ നിൽക്കുന്ന ഒരാളാണ് BJPയുടെ വളരെ സജീവമായുള്ള പ്രവർത്തകയായിട്ട് ആ ഒരു ഡുവൽ റോള് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാഷണൽ വൈസ് പ്രസിഡന്റ് ആയിട്ടാണ് ഇപ്പോൾ മധുചന്ദ്രക്കറിനെ പാർട്ടി നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരാൾ എന്ന് പറയുന്നത് വൈസ് പ്രസിഡന്റായ AMU, അതായത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ മുൻ വൈസ് ചാൻസലറായ താരിഖ് മൻസൂറാണ്. താരിഖ് മൻസൂർ MS ഒക്കെയാണ്, MBBS MS സർജനാണ്. ഇന്ത്യയിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വിദ്യാഭ്യാസ വിദഗ്ധനാണ്. മെഡിക്കൽ ഫീൽഡിൽ വളരെ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിത്വമാണ്. BJPയുടെ മുസ്ലിം മുഖം കൂടിയാണ്. ഉത്തർപ്രദേശിലെ ഒരു പ്രമുഖനായുള്ള BJP നേതാവാണ് താരിഖ് മൻസൂർ. താരിഖ് മൻസൂർ ഇൻ്റർനാഷണൽ കോളേജ് ഓഫ് സർജൻസിലെ ഫെലോ ഒക്കെയാണ്. അപ്പോൾ അത്രയും വൈദഗ്ധ്യമുള്ള ആളുകളൊക്കെയാണ് BJPയുടെ പ്രധാന ഭാരവാഹികളായിട്ട് നിൽക്കുന്നത്. നിതിൻ നബീൻ്റെ ടീമിലെ എല്ലാവരുടെയും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനൊക്കെ വ്യക്തമാക്കാൻ നിന്നാൽ ഈ വീഡിയോ വളരെ നീണ്ടുപോകും. എന്നാലും വളരെ പ്രധാനപ്പെട്ട ചില ആളുകളെ പരാമർശിക്കപ്പെടേണ്ടതുണ്ട്. സതീഷ് പൂനിയ BJPയുടെ നാഷണൽ ജനറൽ സെക്രട്ടറി ആയിട്ട് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് എലിവേറ്റ് ചെയ്ത രാജസ്ഥാനിൽ നിന്നുള്ള പ്രമുഖ നേതാവാണ്. വളരെ മികച്ച രീതിയിൽ ഡൈനാമിക് ആയിട്ടുള്ള ഒരു ലീഡറാണ്. സതീഷ് പൂനിയ PhD നേടിയത് ജോഗ്രഫിയിലാണ്. ജോഗ്രഫിയിൽ ഡോക്ടറേറ്റ് ഉള്ള വ്യക്തിത്വം കൂടിയാണ് സതീഷ് പൂനിയ. മറ്റൊരാൾ മന്നാലാൽ റാവത്താണ്. BJPയുടെ ഷെഡ്യൂൾഡ് ട്രൈബ് മോർച്ച ST മോർച്ചയുടെ ദേശീയ പ്രസിഡന്റാണ്. ട്രൈബൽ സ്റ്റഡീസിലാണ് മന്നാലാൽ റാവത്ത് PhD നേടിയത്. മറ്റൊരാൾ നിങ്ങൾക്കറിയാം, സന്ദീപ് പഥക്. ആം ആദ്മി പാർട്ടിയിൽ നിന്ന് അടുത്ത കാലത്ത് BJPയിൽ എത്തിയ യങ് ആയിട്ടുള്ള ഡൈനാമിക് ആയിട്ടുള്ള ലീഡർ, മികച്ച ഓർഗനൈസറാണ്. പഞ്ചാബിലെ AAPയുടെ വിജയത്തിന് ചുക്കാൻ പിടിച്ച വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അദ്ദേഹം ഇപ്പോൾ നാഷണൽ സെക്രട്ടറിയാണ് BJPയുടെ. അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ സയൻസിൽ PhD ആണ്. കെമിക്കൽ സയൻസിൽ ഡോക്ടറേറ്റ് നേടിയ വ്യക്തിത്വമാണ്. ഒരു ടെക്നോക്രാറ്റാണ് ഈ പറയുന്ന സന്ദീപ് പഥക്. മറ്റൊരാൾ സ്വദേശ് സിംഗ് ആണ്. സ്വദേശ് സിംഗ് നാഷണൽ സെക്രട്ടറിയാണ് BJPയുടേത്. JNUവിൽ നിന്ന് മീഡിയ സ്റ്റഡീസിൽ ഡോക്ടറേറ്റ് നേടിയ ആളാണ് സ്വദേശ് സിംഗ്. മികച്ച രീതിയിലുള്ള പ്രഭാഷകനൊക്കെയാണ്, വാഗ്മിയാണ്. അതുകൂടാതെ തന്നെ ഒരു ടെക്നോക്രാറ്റാണ്. പിന്നെ വരുന്ന ഒരാൾ യുവമോർച്ചയുടെ ദേശീയ അധ്യക്ഷനാണ് ഹേമാങ് ജോഷി. ഹേമാങ് ജോഷി ലീഡർഷിപ്പിൽ PhD നേടിയ ഒരു വ്യക്തിയാണ്. 35 വയസ്സ് മാത്രമുള്ള ഒരു യുവ ലീഡറാണ്. ഗുജറാത്തിൽ വമ്പൻ ഭൂരിപക്ഷത്തിന് വഡോദരയിൽ നിന്ന് ജയിച്ചിട്ടുള്ള ഒരു MP കൂടിയാണ് ഹേമാങ് ജോഷി. ഇത് കൊണ്ടൊന്നും അവസാനിക്കില്ല ലിസ്റ്റ്. ബൈജയന്ത് പാണ്ഡ എന്ന് പറയുന്ന BJPയുടെ ദേശീയ വൈസ് പ്രസിഡന്റ്. അദ്ദേഹം ആണെങ്കിൽ ഡബിൾ ഡിഗ്രി മിഷിഗൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നേടിയ വ്യക്തിയാണ്. എഞ്ചിനീയറിങ്ങിലും അതുകൂടാതെ തന്നെ കമ്മ്യൂണിക്കേഷനിലും അദ്ദേഹത്തിന് ഡിഗ്രി ഉണ്ട്. വളരെ എമിനൻ്റ് ആയിട്ടുള്ള ഒരു ടെക്നോക്രാറ്റാണ്. ഇത് മാത്രമല്ല, ഒരുപാട് പേരുണ്ട്. ലിസ്റ്റ് ഇങ്ങനെ നീണ്ട് പോകും എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ആൾ നമ്മുടെ അനിൽ ആൻ്റണിയാണ്. അനിൽ ആൻ്റണി സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി, അമേരിക്കയിലെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MS നേടിയ ഒരു വ്യക്തിയാണ്. പിന്നെ ഈ BJPയുടെ നിലവിലെ ട്രഷറർ കേന്ദ്രമന്ത്രിയായുള്ള പീയൂഷ് ഗോയൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. രാജ്യത്തെ തന്നെ ഏറ്റവും പ്രമുഖനായുള്ള അറിയപ്പെടുന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്
പീയൂഷ് ഗോയൽ. അപ്പം ഈ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടു പോവുകയാണ്. അപ്പോൾ എല്ലാ മേഖലയിലും ഈ രീതിയിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ള വളരെ എമിനൻ്റ് ആയിട്ടുള്ള വിവിധ മേഖലയിൽ മാനേജ്മെൻറ്റ് വിദഗ്ധർ, പ്രൊഫസേഴ്സ്, ടെക്നോക്രാറ്റ്സ്, ഡോക്ടേഴ്സ് ഇവരൊക്കെ ചേരുന്നതാണ് BJPയുടെ നാഷണൽ ഓഫീസ് ബെയറേഴ്സ് എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. BJPയുടെ നാഷണൽ വൈസ് പ്രസിഡൻ്റായുള്ള M. നാഗരാജ കർണാടകയിൽ നിന്നുള്ള നേതാവാണ്. അദ്ദേഹം PhD നേടിയത് ഹൈവേ എഞ്ചിനീയറിങ്ങിലാണ്. വളരെ വൈദഗ്ധ്യമുള്ള ഒരു ടെക്നോക്രാറ്റാണ് നാഗരാജ. അങ്ങനെ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടു പോവുകയാണ്. അപ്പോൾ BJPക്കാരെ ഇങ്ങനെ ട്രോളാനൊക്കെ നിങ്ങൾക്ക് എളുപ്പമാണ്. സത്യാവസ്ഥ മനസ്സിലാക്കുന്നവർക്ക് കാര്യം അറിയാം. കൃത്യമായിട്ട് ഇന്ന് ഇൻ്റർനെറ്റ് യുഗമാണ്. നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ തന്നെ BJPയുടെ ലീഡേഴ്സിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും അവരുടെ പശ്ചാത്തലമൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾ വഴി അന്തം കമ്മികളെയും കൊങ്ങികളെയും സുഡാപ്പുകളെയൊക്കെ പറ്റിക്കാൻ ചില ആളുകൾക്ക് സാധിക്കും. പക്ഷേ സത്യാവസ്ഥ അതല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്.